അടുത്ത ചോറിനൊക്കെ പുതിയ ആലോ തുടങ്ങിയില്ലേ? ഏതൊക്കെ വണ്ടി, കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിട്ടോ. ഇവിടെ കുറേ ഫുഡുകളൊക്കെ ഇവിടുന്ന് തന്നെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഉള്ളത് കണ്ടിട്ട്? ഇതെന്താ പയറോ? പയറ്, മീന്, വഴുതനങ്ങ പേരുള്ളത്, ചിക്കൻ കറി. ഇതും പയറാണല്ലോ. അത് നൂഡിൽസ്. അത് മറ്റേ ചമ്മന്തി, സാമ്പാർ, ചിക്കന്, അപ്പുറത്ത് സാലഡ് പോലെ, പിന്നെ ചീര, മുട്ട ഉണ്ട്, പിന്നെ മേലത്തെ തട്ടില് അവിടെ മീന്, ചിക്കൻ. ഇത് മുട്ട ആംപ്ലേറ്റ് അല്ലേ? മീന്, ഉണക്കൽ മീന്, എന്താ ബ്രെഡ് പോലെ സാധനം കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമകളാണ് കേട്ടോ. റൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. റൈസ്, ബ്രോസ്റ്റഡ് ചിക്കന്, പിന്നെ ചീര, പിന്നെ വഴുതനങ്ങ ഉപ്പേരി. ഭക്ഷണം കഴിച്ചിറങ്ങി. മാസം ഉണ്ടായിരുന്നു? എനിക്ക് അത്രയും പറ്റിയിട്ടില്ല. ഇത് വലിയ കുഴപ്പമില്ല. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ആവുകൊണ്ട് വലിയ കുഴപ്പമില്ല. സാധാ ചിക്കനൊക്കെ കറി, അത് ഇന്നലെ രാത്രി കഴിച്ച കറി കുറച്ചുകൂടി കഷ്ടം. രണ്ട് പ്രായം കൂടിയ സ്ത്രീകളാണ് കട നടത്തുന്നത്. രണ്ട് ഉമ്മമാര് അല്ലേ? സത്യത്തില് ഭക്ഷണം മടുത്തിട്ടുണ്ട്. ഒരേ ടേസ്റ്റ് തന്നെ അല്ലേ? കഴിക്കണതൊക്കെ ഒരേ ടേസ്റ്റ് തന്നെ. ആഴ്ചയായിട്ട് തന്നെ കഴിച്ച് ഇനിയിപ്പോ അല്ല ഇന്ത്യന് നോക്കേണ്ടി വരുമോ? ഇന്ത്യൻ റെസ്റ്റോറന്റ് ആരെങ്കിലും വന്നിട്ട് ഇവിടെ ഇന്ത്യൻ തുടങ്ങണം. ഇവിടെ നിന്ന് തുടങ്ങണം. കാരണം ഇന്ത്യക്കാർ കുറെ വരുന്നുണ്ട് ഇവിടെയൊക്കെ. സുഹൃത്തുക്കളെ, ഞങ്ങൾ അങ്ങനെ ബോറോബുദ്ദൂർ ക്ഷേത്രം കാണാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നായ ബോറോബുദ്ദൂർ ക്ഷേത്രം കാണാൻ പോവുകയാണ് കേട്ടോ. ഇതുകൂടാതെ മറ്റൊരു ഹിന്ദു ക്ഷേത്രം കൂടിയുണ്ട്, പ്രബനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലുള്ളവർ തന്നെ ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ടൂറാണ്. ഏകദേശം ഇന്ത്യൻ മണി 2000 രൂപയോളാണ് ഇത് രണ്ടാൾക്കുള്ള ചെലവ്. മൊത്തത്തിലൊരു 105 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. പിന്നെ സാധാരണഗതിയിൽ ഞങ്ങൾ ബൈക്ക് റെന്റിനെടുത്ത് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ പാക്കേജ് ടൂറിലൊക്കെ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ടെമ്പിളിൻ്റെ ഒന്നും ടിക്കറ്റ് ചാർജ് ഇതിൽ ഉൾപ്പെടില്ല. അത് വേറെ കൊടുക്കേണ്ടതായിട്ട് വരും. യോഗ്യകാർത്തയിലെ ഏറ്റവും പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഈ 2 ടെമ്പിളാണ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ്. ടിക്കറ്റ് കൗണ്ടർ അവിടെ ആണെങ്കിൽ 10:00 വരാനല്ല അറിഞ്ഞ്. അപ്പൊ 2 മണിക്കൂറുള്ളല്ലോ. ഏതൊക്കെ വണ്ടി? ഫോക്സ് വാഗണ പഴഞ്ചൻ വണ്ടിയല്ലേ? ഒരു ഹാൻഡ് മെയ്ഡ് വണ്ടിമാര് കണ്ടാ തോന്നും. ഇവിടെ വേറെ വണ്ടി ഉണ്ടല്ലോ അതേപോലെ. അപ്പുറത്തും ഉണ്ടല്ലോ ഒരു വണ്ടി അങ്ങനെ. ഇത് ടാക്സി ഓടാവൂല്ലേ? ടിക്കറ്റ് കൗണ്ടറാണ് തോന്നുന്നു. ഇവിടെ നല്ല സെറ്റപ്പ് സ്ഥലമാണല്ലോ. കട്ടൊക്കെ പതിച്ച് നല്ല അടിപൊളി നല്ല ലുക്ക് സംഭവമാണ് കേട്ടോ. ഇവിടെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളി. ഇവിടെ കണ്ടമാനം സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യൻ കുട്ടികൾ. ഏതോ സ്കൂളിൽ നിന്ന് ട്രിപ്പായിട്ട് വന്നതാണ് കുട്ടികളൊക്കെ. ഹലോ. കുട്ടികളൊക്കെ ടിക്കറ്റിംഗ് ഏരിയ തന്നെ കുറേ ഉണ്ടല്ലോ. ഇത് തന്നെ കുറേ ഏരിയ ഉണ്ടല്ലോ അറിയേ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ നല്ല ആളുണ്ട് കേട്ടോ. വിദേശികൾക്ക് കൂടുതലുണ്ട്, സ്വദേശികൾക്ക് കുറവാണ്. ഇവരൊക്കെ ഞങ്ങളൊപ്പം വന്നിട്ടുള്ള ആൾക്കാരാണ്. നല്ല തിരക്കാണ് കേട്ടോ. നാട്ടുകാരുണ്ട്, വിദേശികൾ നല്ല ഉണ്ട്. പരിപാടിയൊന്നും ഇല്ലേ?
ഇന്ത്യ ഫോറിനേഴ്സ് 4,55,000. India, perindapan ya. You know perindapan? ഡൊമസ്റ്റിക്കിന് 1,20. Perindapan kan dia. കുട്ടികൾക്ക് 305. Mas, ini ada yang ditukar satu mas, yang mana? Yang ini saya. 00311. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലെ കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക. അവിടുന്ന് കിട്ടിയ ഒരു സ്ലിപ്പ് ഉണ്ട്, അതിവിടെ സ്കാൻ ചെയ്യുക. അപ്പോൾ ഈ ഡോറ് തുറക്കും, അങ്ങനെ ഉള്ളിലേക്ക് കയറും. പിന്നെ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, ഇത് കൈമിൽ കെട്ടിത്തരും. ഇതാണ് അതിൻ്റെ ടിക്കറ്റ്. ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ, കുട്ടികളൊക്കെ അങ്ങനെ നോക്കി നിൽക്കും. വേറെ വണ്ടി കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോകില്ലേ, ആ വണ്ടിയിൽ കൊണ്ടുപോകുന്നു തോന്നുന്നു. വരി, ഈ വണ്ടിയിൽ കൊണ്ടുപോകും. ആ, ഓലുണ്ടാവും. ഈ വണ്ടിയിൽ കൊണ്ടുവരും. ആ ആ 10 രൂപ നമ്മൾക്ക് അവിടെ എത്താനല്ല അറിഞ്ഞ്. അപ്പൊ ഇതിനോട് കയറി ഇരിക്കുമല്ലോ. ഇലക്ട്രിക് വണ്ടിയാണല്ലോ ഇത്. ഇത്രയും ഏരിയനെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച്, മരങ്ങളൊക്കെ നല്ല സ്റ്റൈലാണ് ഇവിടെ കാണാൻ. പൈസ കൊടുക്കണേന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവര്. കുടയൊക്കെ തരുന്നുണ്ട് കേട്ടോ. കുട ഞങ്ങളെ കയ്യിൽ തന്നെ ഉണ്ട്. ഇവരെ കുടയൊന്നും വേണ്ട. അതെന്താ ആമ്പലോ താമര എന്താണ്? ആമ്പലാണ്. കണ്ടമാനുണ്ടല്ലോ, നല്ല പൂക്കളും ഉണ്ട്. ആമ്പൽപ്പൂക്കൾ നല്ല രസമായില്ലേ? ഭയങ്കര വെറൈറ്റി. പുഴങ്കല്ലൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ചുറ്റും നിരത്തി വെച്ചിട്ട്. ആമ്പലം ഏതായാലും എവിടെയും കാണാത്തൊരു സെറ്റപ്പിലാണ് ഇത് ചെയ്തത്. നല്ല രസമുണ്ട്. എന്താണ് സുഗൻ റുവ ഉണ്ട്. എത്ര എങ്ങനെ നല്ല പോക്കും ഉണ്ടല്ലോ. നമ്മളൊപ്പം ഉള്ളവര് ഭയങ്കര സ്പീഡാണല്ലോ. നടന്നിട്ട് ഇവിടെ എത്തേണ്ട പോലെ ഇപ്പം. ടെമ്പിൾ സ്ട്രക്ചർ, ടെമ്പിൾ ഗ്രൗണ്ട് നേരെ ടെമ്പിൾ സ്ട്രക്ചർ കൊണ്ട് അടുത്ത് ഭാഗത്തേക്കില്ല. ഇതിലെന്താ വെള്ളങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ, ജ്യൂസ് ഐറ്റംസ് ഒക്കെ. ഇവിടുന്ന് ചെരുപ്പൊക്കെ തരും കേട്ടോ, ടിക്കറ്റ് കാണിച്ചു കൊടുത്താല്. പിന്നെ ഹലോ, 2. ഈ ചെരുപ്പ് ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. 8. വെള്ളക്കുപ്പിയും ചെരുപ്പും. അവനാന് ഇട്ട് വരുന്ന ചെരുപ്പ് പറ്റൂല. അങ്ങനെ ഒരു മൂതുവടി കിട്ടിട്ടോ. ചെരുപ്പ് രസായില്ലേ? എന്തെല്ലാം ആചാരങ്ങളാണ്. ചെരുപ്പ് മൂതുവടിയാണല്ലേ? ഇടാൻ നല്ല സുഖമുണ്ട് കേട്ടോ അല്ലേ? ഇടാൻ നല്ല സുഖമുണ്ട്. അങ്ങനെ കാർഡ് നമ്പർ 11 വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ 11 പെട്ട ആൾക്കാരാണ്. ഒരു ബ്രോസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ടെമ്പിളിനെ പറ്റിയിട്ടുള്ള. Ladies and gentlemen, ഗുഡ് മോർണിംഗ്. and welcome to the Borobudur Temple, the biggest Buddhist temple in the world. My name is Pita, and I will be your tour guide today. Together this group number 11, we will explore the temple, always with this group. But before we start our tour, I will give you some important information that you need to know. In each day, there is a limit of people that can climb into the temple. So that is why we have limit time also in the temple. We have 1 hour to go around in the structure. It will start at the 9 and the 10 p.m. Everyone must climb down. So we still have 20 minutes to walking until to the temple. So we can walking slowly, didn't need to hurry. And before we start our tour, I will make സുഹൃത്തുക്കളെ, ഞങ്ങൾ ദൂരത്തു നിന്ന് തന്നെ അതിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിഡിലും കാഴ്ചയാണല്ലോ. കുറെ സ്റ്റെപ്പുകളൊക്കെ കയറി പോകണ്ടല്ലേ? നല്ല വെയിലുണ്ട്.
പ്രതീക്ഷിച്ചതിനേക്കായി ഗംഭീരമാണല്ലോ അതിൻ്റെ കാഴ്ചകളൊക്കെ. ഇതെന്തോ ഒരു പുൽച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പൂക്കളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾ നല്ല വെയിലാവും കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുടയൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതിനകത്ത് ചാർജൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ കയ്യിലും കുടയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഓരോ ഗൈഡുകൾ അതിനെപ്പറ്റി വിവരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓരോ ടീമുകളായിട്ട് ഇങ്ങനെ വന്നതാണ്. ഞങ്ങളെ ഗൈഡ് തൊട്ടപ്പുറത്തെത്തിയിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട് സുഹൃത്തുക്കളെ. ഫുള്ള് കല്ലാട്ടോ. ഈ കല്ല് മുഴുവന് ഈ പിന്നെ അഗ്നിപർവ്വതമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള കല്ലുകളാണെന്ന് പറയുന്നത്. ഏത് കാലാവസ്ഥയിലും അതിജീവിക്കുന്നതാണ്. ഇത് കേട് വരില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് അത്രയ്ക്കും കാടിനുള്ള സൈസ് കല്ലാണെന്നാണ് പറയണത്. പിന്നെ തൊട്ടടുത്തുള്ള പുഴകളൊന്നും അതുപോലത്തെ സ്ഥലങ്ങളൊന്നും ശേഖരിച്ചിട്ടുണ്ടെന്ന്. ഒരു ഇരുണ്ട നിറത്തിലുള്ള കല്ലാണിത്. ഈ ക്ഷേത്രം ഇന്തോനേഷ്യയിലെ സെൻട്രൽ ജാവയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രമാണിത്. 9-ാം നൂറ്റാണ്ടിലെ ശൈലേന്ദ്ര രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 9 നിലകളാണ് ഇതിനുള്ളത്. 6 ചതുരാകൃതിയിലുള്ള നിലകളും 3 വൃത്താകൃതിയിലുള്ള നിലകളും. അത് ഏറ്റവും മുകളിലായിട്ട് വലിയൊരു സ്തൂപവും. മൊത്തം 2600-ലധികം ശില്പചിത്രങ്ങളുണ്ട്. പിന്നെ 504 ബുദ്ധപ്രതിമകളും. ബുദ്ധൻ്റെ ജീവചരിത്രം, ജാതകങ്ങൾ ശില്പങ്ങളിൽ കൊത്തിയിരിക്കുകയാണ്. അഗ്നിപർവ്വത കല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സിമൻറ്റ് വെച്ച് ചേർത്ത് പിടിപ്പിക്കുന്ന രീതി പൊതുവെ ഇതിനില്ല. ഒരു പസിൽ പോലെ ചേർന്ന് പിണഞ്ഞാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ 1991 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ലോകമെമ്പാടും നിന്നും നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് എത്താറുള്ളത്. സ്കാനിങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ഗൈഡാക്കണ മുകളിലുണ്ട്. ആ അടക്കുണ്ട്. ഒരുപാട് സ്ത്രീകള് അതുപോലെ ഓരോ സ്ട്രക്ചർ ഓരോ കഥകളുമായി ബന്ധപ്പെട്ടതാവില്ല. അതൊക്കെ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് ശില്പങ്ങളായി കൊത്തി വെച്ചിട്ടുള്ളത്. On the carving in front of you all. So, ladies and gentlemen, okay, hi. So, ladies and gentlemen, the total floor until the highest level there is a 10 one, but we are now already Maya and King Suddhodana that living on the kingdom. So, the before Buddha became a Buddha, he is a rich family on the Nepal country. So, this is before the Buddha was born in this world. The name is Siddhartha Gautama Prince. And after the parent of Buddha, we can take a move over there to see the baby Siddhartha Gautama. And here, the carving is original, but the rest one is the square. Here, with the white. Yeah, The square? The square is not original that one, but for the carving, all of this one is original. ഒറിജിനൽ Original, all the story original. ആ ഓക്കെ ഓക്കെ. ഒറിജിനൽ സ്റ്റോറികളാണ് ഈ കൊത്തി വെച്ചിട്ടുള്ളത്. കാർവിങ്സ് Story. So the relief. ടോട്ടൽ ഹൗ മെനി റിലീഫ്സ്? 1,460 panels. ഓക്കെ ഓക്കെ. There is one with the narrative reliefs. ഓക്കെ. So we can stop for a while on here. Pass away in the same full moon. So every year we have the biggest ceremony with the Lantern Festival, like this one. If you wanna coming again in the Borobudur Temple, is the best time. It's about ceremony of the Siddhartha Gautama. In which month? ഇവിടുത്തെ It സെറിമണി will happen sometime in the May or June. In the full moon, May or in this June, year no? happen at the 12th of May. But in the next year, I'm not yet make sure. And the special one, every year there is a monk walking വലിയ from ആഘോഷമല്ലേ? Thailand to Indonesia to doing this ceremony. And this year they need almost 4 months to walking from Thailand to here. Walking. So the walking, praying with the walking. So it's really mean for the British people and here. And after that, all the story in the area when he is leaving the temple, didn't any head anymore, and the hand is broken also. That one, there is a lot of Buddha
didn't any hat. And I will give you information about the reason why we are take a move on here. There's a shadow on here. And in here it's got better. ഈ ടെമ്പിളിൽ കുറേ ബുദ്ധ ശില്പങ്ങളുണ്ട് കേട്ടോ. പക്ഷെ കുറേ എണ്ണത്തിന് തലല്ല. അത് ഇത് സംരക്ഷിക്കപ്പെടാതെ കടന്ന സമയത്ത് കുറേ അടിച്ചു മാറ്റി കൊണ്ടുപോയതാണ്. പിന്നെ അതൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടുള്ളതാണ്. കാരണം അത് പിന്നെയും ഇതാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചതാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം. പിന്നെ അത് ഒറിജിനൽ കളറല്ല. ഒറിജിനൽ കളറ് ഇതാണ്. ഈ ബ്ലാക്ക് കളറാണല്ലോ. ഇത് വെള്ളം ചാടിയിട്ട് ഇങ്ങനെ കളറ് മാറിയതാണ്. 80% ഇതിൽ ഒറിജിനലാണ്. പിന്നെ കണ്ടില്ലേ ഓരോ കട്ടകളാണ് കേട്ടോ. ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. ഓരോ കട്ടകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിവിടെ കൊണ്ടുവന്നുകൊണ്ട് ചേർത്ത് വെച്ചതാണ്. കണ്ടില്ലേ ഇങ്ങനത്തെ ഓരോ കല്ലുകൾ ഇങ്ങനെ വെച്ചാണ് ഇതൊക്കെ എൻ്റെ ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഓരോ പഗോഡ പോലെ കേട്ടോ. ഇത് പഗോഡ രൂപത്തിലാണിത്. Tell you before, there is 72 stupa with the Buddha inside. And the place that you are standing right now, this is the place for Buddhist people praying. So they're still active praying in here, but in the early morning, the Buddhists praying in the 7th. ഈ കാണുന്ന ഫ്ലോറുകളുണ്ടല്ലോ, ഇത് 10 കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ ഇത് 7ാമത്തേതാണ്. 8, 9, 10. പിന്നെ ഈ ബുദ്ധിസ്റ്റുകൾ ഉണ്ടാവില്ല, അവർ ക്ലോക്ക് വൈസിലാണ് ഇതിൽ പ്രാർത്ഥിച്ച് പോവുകയാണ്. Enjoy your time. Have a nice day. നിലവിൽ 10 തട്ടുകളാണിട്ടത്. പക്ഷെ 9 തട്ടുകൾക്ക് ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ. മറ്റത് വരെ പ്രാർത്ഥനക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ ഈ 7 നില മുതൽ ഈ ബാക്കിയുള്ള നിലകളിൽ ഫുള്ള് ഇവർ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ്. കണ്ടില്ല ഒരുപാട് സ്തൂപം പഗോഡ പോലത്തെ ഉണ്ടത്. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലും ഇതുപോലെ തന്നെ വലിയൊരു പഗോഡയാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, വെറും കല്ല് മാത്രമേ ഉള്ളൂ. കല്ലിങ്ങനെ ഈ ടൈപ്പ് കല്ലുകൾ കൊണ്ട് ഫില്ല് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണിത്. നിലവിൽ പക്ഷേ ഇതുപോലത്തെ വലിയ നിർമ്മിതികൾ ഉള്ളതൊന്നും ഭാഗമല്ലേ മ്യാൻമാറില്. പിന്നുള്ളത് അങ്കോർ വാട്ട്. അവിടെ പോയില്ലേ അങ്കോർ വാട്ട് ക്ഷേത്രം? അങ്കോർ വാട്ട് ക്ഷേത്രം ഇത് 2ാമത്തത്. ഇനി മ്യാൻമാർ കൂടി ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു വഴിയില്ല. ഫ്ലൈറ്റിന് പോവാ തോന്നുന്നു, അല്ലാതെ ബോർഡർ വഴി പോകാൻ പറ്റൂല. അവിടെ ചെന്നാൽ പ്രശ്നമല്ല. അതിർത്തി ഓപ്പൺ ആണെങ്കിൽ ധൈര്യമായിട്ട് പോയിരുന്നു. അപ്പൊ ഏറ്റവും വലിയ ബുദ്ധ ക്ഷേത്രങ്ങള് 3 കണ്ടു. പിന്നെ ഇവിടുന്ന് ഹിന്ദു ക്ഷേത്രമാണ്. അത് ഹിന്ദു ക്ഷേത്രമാണ്. പിന്നെ ശ്രീലങ്കയത്തും കണ്ടു വലിയൊരു പഗോഡ. ഇപ്പൊ നമ്മള് വന്ന വഴിയാണ് കേട്ടോ ആ കാണുന്നത്. ഒരുപാട് ദൂരത്തേക്ക് കാണില്ലേ, അതിൽ കൂടെ എങ്ങനെ കയറി ഇങ്ങനെ വന്നതാണ്. പിന്നെ ഇത് കൂടെ എങ്ങനെ റൗണ്ട് അടിച്ചു. ഇത് മൊത്തം കണ്ടതിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്. ചുറ്റുഭാഗം കുറെ മലനിരകളൊക്കെ കാണാം കേട്ടോ. അവിടെയൊക്കെ കുറെ മലനിരകൾ. ആ ഗൈഡിന്റെ വീട് അതിൻ്റെ അടുത്താന്നാ പറഞ്ഞത്, ആ ഭാഗത്ത്. എന്തായാലും ഈ പഗോഡൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. മുമ്പത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? 1814 when the first time rediscovered. ആദ്യം ഇങ്ങനെയായിരുന്നു, പിന്നെ റിന്യൂ ചെയ്താണല്ലേ. And this is this area. And this wall. ഈ ഭാഗം ആദ്യം ഈ കോലത്തിലായിരുന്നു. ഈ ഭാഗമായിരുന്നു. ഒരു സ്കാനിങ് മാത്രല്ലല്ലോ, വീണ്ടും സ്കാനിങ് ഉണ്ടോ? കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ. ഷാരൂഖ് ഖാൻ, എവിടെ ചെന്നാലും ഷാരൂഖ് ഖാൻ അല്ലേ? എല്ലാരും അറിയണ ഒരേ ഒരു വ്യക്തി ഷാരൂഖ് ഖാൻ മാത്രമേ ഉള്ളൂ. വീണ്ടും ഞങ്ങൾ അങ്ങനെ ഇലക്ട്രിക് വണ്ടിയിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തൊരു ടെമ്പിളും കൂടി ഉണ്ട്. അങ്ങനെ 40 കിലോമീറ്റർ യാത്ര ചെയ്ത് അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ.
കണ്ടമാനം യൂറോപ്യൻസ് വരുന്നുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാരാണ് യൂറോപ്യൻസ്. ഇന്ത്യക്കാരൊന്നും ആരെയും കണ്ടിട്ടില്ല. ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് അവിടെ. ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലേ. ഇപ്പോൾ സീസണൊന്നല്ല, സീസണിലൊക്കെ അപ്പം എത്ര ആൾക്കാരാകും ഇവിടെയൊക്കെ വരിക. ഇതിൽ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അല്ല പക്ഷേ സീസണിലൊക്കെ വരുമ്പോൾ എന്താവും ഇവിടുത്തെ സ്ഥിതിയില്ലേ. അടുത്തൊരു ടെമ്പിളും കൂടി ഉണ്ട് കേട്ടോ, പ്രബലൻ ടെമ്പിൾ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ക്ഷീണം. ഇതൊരു ജലദോഷമൊക്കെ പിടിച്ചിട്ട് 2 ദിവസമായി ജലദോഷം പിടിച്ചിട്ട്. ഇപ്പോൾ ഒരു ചെറിയ പനിയൊക്കെ ഉള്ളത് പോലെ. അപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോണില്ല എന്ന് വെച്ചാൽ, കാരണം വെയിലും കൊണ്ട് ഇങ്ങനെ കുറേ നടക്കണം. അപ്പോൾ അത് ഒഴിവാക്കി മിക്കവാറും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ്. ഇതാണ് അതിൻ്റെ ചുറ്റുപാട്. പോയി നോക്കാം. ജിപ്സി പോലത്തെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ പഴഞ്ചൻ വണ്ടിയാണ്. അത് ജിപ്സി തന്നെയാണല്ലോ. ഇതാ സുസുക്കി, മാരുതി സുസുക്കി എന്ന് കഴിഞ്ഞിട്ട്. ഇത് ജീപ്പ്. ഓ, വില്ലീസ് ജീപ്പാണ്. വില്ലീസ് പഴഞ്ചൻ വണ്ടികൾ. ഇതൊക്കെ എപ്പോഴും റണ്ണിങ് കണ്ടീഷനിൽ ഉപയോഗിക്കണ്ടല്ലോ ഇവിടെയൊക്കെ. ഇതൊക്കെ ജിപ്സികളാണ്. അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങളൊപ്പമുള്ള ആൾക്കാർ അതൊക്കെ കണ്ട് മടങ്ങി വന്നു. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് വേണം ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകാൻ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. പനിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ കൊടുങ്ങും. ആ വോൾക്കാനോയിലൊന്ന് പോയിരുന്നു, അതിൻ്റെ ഒരു പുകയൊക്കെ തട്ടിയിട്ടാണ് ഇത് ഉണ്ടാവാനെന്ന് തോന്നുന്നത്. ഹോസ്പിറ്റലിലെത്തിയിട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇവിടെ വന്നപ്പോൾ ഡോക്ടറൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തു, പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. പാസ്പോർട്ടൊക്കെ മേടിച്ചു, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. Water so that no dehydration. Do you want injection or just oral medicine? 4 വിധം മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഫ്രീ ഒന്നുമല്ല, ഗവൺമെൻറ് അറിഞ്ഞിട്ട് ഫ്രീ ഒന്നുമല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഫ്രീ ആവും, വിദേശികൾക്ക് ഫ്രീ അല്ല. 1000 രൂപയായിട്ടുണ്ട്. നാട്ടിലൊക്കെ 1000 രൂപ ഇങ്ങനത്തെ ഒരു ചെറിയൊരു അസുഖത്തിന് എന്തായാലും ആവില്ല. പക്ഷെ ഇവിടെ 1000 രൂപയായി. അത് കുറച്ച് കൂടുതലാണ്.